ദേ ഗൈസ്, ഞാൻ വീണ്ടും ഒരു ലോൺ ഓഫ് മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോയപ്പോൾ അവൻ എന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് അപ്രതീക്ഷിതമായിട്ട് അവൻ എൻ്റെ മീതൊക്കെ ചാടുകയും ഗൈസ് ഞാൻ അവനെ കുത്തിപ്പിടിച്ച് കൊന്നു കളഞ്ഞ്. സോ ഗൈസ്, നെക്സ്റ്റ് മാച്ചിൽ എനിക്ക് എൻ്റെ മേലിൽ എന്തോ വശപ്പിച്ചത് ഗൈസ്. എന്തോ കാര്യമായിട്ട് ഇവൻ എന്നെ അടിക്കണമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മാച്ചിലല്ലേ ഗൈസ് എനിക്ക് സംഭവം മനസ്സിലായത്. അവനൊരു പ്രാങ്ക് ചെയ്യണ ഒരാളായിരുന്നു. അഥവാ ഓനിക്ക് റൗണ്ടൊക്കെ വിട്ടുതരുന്നു. സോ ഗൈസ്, ഈ 2018 ഇതിപ്പോഴും ആൾക്കാർ ഇപ്പോഴും ജീവനോടുണ്ട്. ഈ ട്രെൻഡൊന്നും കഴിയാറായില്ലേ എന്നുള്ള രീതിയിൽ ഗൈസ് ഞാൻ പോയി. അങ്ങനെ ഗൈസ് ഈ മാച്ചിൽ ഞാൻ അവനെ കൊന്നു കളഞ്ഞു. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഗൈസ്, അടുത്ത മാച്ചിൽ അവന് എന്നെ കൊന്നു കളഞ്ഞ് അവനക്ക് സംഭവം മനസ്സിലായി ഇനി എന്തായാലും ജയിക്കൂല എന്നുള്ള രീതിയിൽ. സോ ഗൈസ്, ഈ മാച്ചിലും AW വെച്ചിട്ടായിരുന്നു സംഭവം. ഓൻ എനിക്ക് കിടന്നുകൊണ്ട് അടിക്കാൻ പറ്റി. ഇവൻ എന്താ കാട്ടണമെന്ന് തന്നെ അവനക്കറിയില്ല. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഈസി ആയിട്ട് അവനെ കൊന്നു കളഞ്ഞ് നെക്സ്റ്റ് മാച്ചിൽ അവനക്ക് സംഭവം മനസ്സിലായി കളി കാര്യമായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ ഇമോട്ടിട്ട് തല്ലുകൂടൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനക്ക് സംഭവം മനസ്സിലായപ്പോൾ അവൻ നേരെ ഗൈസ് സോണിൻ്റെ അപ്പുറത്തേക്ക് പോയി ആത്മഹത്യം ചെയ്തു. അത്ര തന്നെ.